തെറ്റിപ്പോയവൻ ഞാൻ, ഏകനായി ഭൂമിയിൽ. ആട്ടിൻകൂട്ടം തെറ്റിപ്പോയവൻ ഞാൻ, ഏകനായി ഭൂമിയിൽ. നല്ലിടയനായ യേശു എന്നെയും തേടി വന്നു. നല്ലിടയനായ യേശു എന്നെയും തേടി വന്നു. ക്രൂശുമായി പോകും നേരം എന്നെ തിരഞ്ഞവൻ, കഷ്ടതകൾ ഏറ്റതെല്ലാം എൻ്റെ രക്ഷയ്ക്കായി. എന്നെ തന്നെ യാഗമായി തിരുമുൻപിലേകിടുന്നു. വേറെയൊന്നും നൽകാനില്ല, ഞാനെന്നും നിന്റേതല്ലേ. ആട്ടിൻകൂട്ടം തെറ്റിപ്പോയവൻ ഞാൻ, ഏകനായി ഭൂമിയിൽ. ആട്ടിൻകൂട്ടം തെറ്റിപ്പോയവൻ ഞാൻ, ഏകനായി ഭൂമിയിൽ. നല്ലിടയനായ യേശു എന്നെയും തേടി വന്നു. നല്ലിടയനായ യേശു എന്നെയും തേടി വന്നു. എൻ്റെ പ്രിയ സ്നേഹിതനും ക്രിസ്തുവിൽ അനുഗ്രഹീത ശുശ്രൂഷകനുമായിരിക്കുന്ന ബ്രദർ ജോജി എഴുതി സംഗീതം നൽകിയ അനുഗ്രഹീതമായൊരു ഗാനമാണ് ബ്രദർ ആശിഷ് പാടി കേൾപ്പിച്ചത്. ഈ വരികൾ സത്യമായും ദൈവവചന അടിസ്ഥാനത്തിലുള്ള വരികളാണ്. 2, ഇത് നമ്മുടെ ജീവിതമാണ്, എൻ്റെ അനുഭവമാണ്, നിങ്ങളുടെയും അനുഭവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇടയനെ വിട്ട്, കൂട്ടം വിട്ട്, കൂടുവിട്ട്, ക്രമം വിട്ട് അകന്നുപോയ അവസ്ഥയിൽ നിന്നും യേശു നമ്മെ തേടി വന്നു. യേശു നമ്മെ അരികിൽ വന്ന് അണച്ചു, അല്ലേ? ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം ഒന്ന് വായിച്ചു നോക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങളിൽ ഒരാൾക്ക് 100 ആടുണ്ടെന്നിരിക്കട്ടെ, അതിലൊന്ന് കാണാതെ പോയാൽ അവൻ 99 മരുഭൂമിയിൽ വിട്ടിട്ട് ആ കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കാതിരിക്കുമോ? കണ്ടുകിട്ടിയാൽ സന്തോഷിച്ച് ചുമലിലെടുത്ത് വീട്ടിൽ വന്ന് സ്നേഹിതരെയും അയൽക്കാരെയും വിളിച്ചുകൂട്ടി, കാണാതെ പോയ എൻ്റെ ആടിനെ കണ്ടുകിട്ടിയത് കൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പീൻ എന്ന് പറയും. അവണ്ണം തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ വലിയ സന്തോഷം ഉണ്ടാകും. അപ്പം ഈ ലൂക്കോസ് വിശേഷം 15-ാം അധ്യായത്തിൻ്റെ പ്രാരംഭവാക്യങ്ങളിൽ യേശു ഒരു ഉപമ പറയുകയാണ്. ആ ഉപമ എങ്ങനെയാണ്? 100 ആട് ഒരാൾക്കുണ്ടായിരുന്നു, അതിൽ ഒരെണ്ണം മിസ്സായി, ഒരെണ്ണം കാണാതെ പോയി. എന്നാൽ വേദപുസ്തകം വ്യക്തമാക്കുന്നു 99നെയും
മരുഭൂമിയിൽ നിർത്തിയിട്ട് നല്ലൊരു ഇടയനാണെങ്കിൽ ഈ കാണാതെ പോയ ഒന്നിനെ അന്വേഷിക്കും, കണ്ടെത്തും വരെ അന്വേഷിക്കും, കണ്ടെത്തിക്കഴിഞ്ഞാൽ അതിനെ ചുമലിലെടുക്കും. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ 99 ആടുകളും ഒന്നിച്ചൊരു ഫെലോഷിപ്പായിട്ട് നിൽക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഏതോ ഒരാട് കൂട്ടം വിട്ട്, ഇടയനെ വിട്ട് എങ്ങനെയോ മിസ്സായിപ്പോയി, അല്ലെങ്കിൽ വഴിതെറ്റിപ്പോയി, പോകരുതാത്തടുത്ത് പോയി, റൂട്ട് തെറ്റിപ്പോയി. പക്ഷേ റൂട്ട് തെറ്റിപ്പോയവൻ പോകട്ടെ, അവൻ പോയി നശിക്കട്ടെ, 99 ഉണ്ടല്ലോ എന്നല്ല ഇടയൻ ചിന്തിക്കുന്നത്. കാണാതെ പോയതിനെ കണ്ടെത്തുകയാണ്, അന്വേഷിക്കുകയാണ്, കണ്ടെത്തുന്നത് വരെ അന്വേഷിക്കുകയാണ്, തിരിച്ചു പിടിക്കുകയാണ്. ഇത് ഇടയനാകുന്ന ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തതാണ്. ശരിക്കും ദൈവവചനത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയ നമ്മൾ, മുൻപേ ദൂരസ്ഥരായിരുന്ന നമ്മൾ, ഇന്ന് ക്രിസ്തുവിൻ്റെ രക്തത്താൽ ക്രിസ്തുവിൽ സമീപസ്ഥരായി മാറിയതിൻ്റെ കാരണം, സ്വർഗാദി സ്വർഗങ്ങളെ വിട്ട് താൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രനായ യേശു ക്രിസ്തു നിമിത്തമാണ് ആട്ടിൻകൂട്ടം തെറ്റിപ്പോയ നമ്മൾ ഇന്ന് ഈ ഇടയനോടൊപ്പം നിൽക്കുന്നതിന് കാരണമായത്. അല്ല, ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പോൾ കൂട്ടം വിട്ട്, കൂട് വിട്ട്, ഇടയനെ വിട്ട്, ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ട്, വഴിതെറ്റി, റൂട്ട് തെറ്റിപ്പോയ ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളെയും യേശു അന്വേഷിക്കുന്നു, നിങ്ങളെയും കർത്താവ് തിരക്കുകയാണെന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ തീർച്ചയായും ആ കർത്താവിൻ്റെ കരം നിങ്ങളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു. 99 ആടുകളും എൻ്റെ ഒരു ചിന്തയിൽ എല്ലാം തികഞ്ഞു, എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, ഞാൻ കുഴപ്പക്കാരനൊന്നുമല്ല, ഞാൻ ഇച്ചിരി പ്രാർത്ഥിക്കുന്ന വിശുദ്ധനാണെന്നൊക്കെ പറയുന്ന 99 ആടുകളും ഒന്നിച്ച് നിന്ന് ഒരു ഫെലോഷിപ്പായി നിൽക്കുമ്പോൾ തെറ്റിപ്പോയ, തകർന്നു പോയ, റൂട്ട് തെറ്റിപ്പോയ, ഇനി എന്നെ ആര് രക്ഷിക്കും എന്ന് ചിന്തിക്കുന്ന, എല്ലാം കഴിഞ്ഞു എന്ന് പറയുന്ന ആടില്ലേ, അതിനെ നിലത്തിങ്ങനെ കയറ് കെട്ടി വലിച്ചിഴച്ചുകൊണ്ട് വരികയല്ല, ഇടയൻ തോളിൽ എടുത്തുകൊണ്ട് വരികയാണ്. ഇനി നിന്നെ ചെന്നായ്കൾക്ക് തൊടാൻ ഞാൻ കൊടുക്കില്ല, ഇനി നിന്നെ തകരാൻ ഞാൻ അനുവദിക്കില്ല, ഇനി നിന്നെ റൂട്ട് തെറ്റിപ്പോകാൻ ഞാൻ സമ്മതിക്കില്ല, ഇനി നിന്നെ ഒരു പരാജയമാക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തോളിലെടുത്തുകൊണ്ട് വരുന്നൊരു ഇടയനെ നമുക്ക് കാണാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ലോകത്തിൻ്റെ വഴിയിൽ പോയൊരു വ്യക്തിയായിരിക്കാം, പാപജീവിതത്തിൽ കിടക്കുന്ന ഒരാളായിരിക്കാം, എന്നാലും ഇടയൻ നിങ്ങളെ അന്വേഷിക്കുന്നു. ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ നൽകുന്നു എന്ന് നമ്മോട് അരുളി ചെയ്ത ക്രിസ്തു ഇന്ന് നിങ്ങളെ അന്വേഷിക്കുകയാണ്. ഈ ലൂക്കോസ് 15 അടുത്ത ഭാഗങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നത്, ഒരു സ്ത്രീയുടെ കയ്യിൽ 10 ദ്രഹ്മ ഉണ്ട് എന്നിരിക്കട്ടെ, അതിൽ ഒരെണ്ണം കാണാതെ പോയപ്പോൾ വേദപുസ്തകം പറയുകയാണ്, അവൾ കണ്ടെത്തുന്നത് വരെ, 8-ാമത്തെ വാക്യം പറയുന്നു, അവൾ കണ്ടെത്തുന്നത് വരെ സൂക്ഷ്മതയോടെ അന്വേഷിക്കാതിരിക്കുമോ? കണ്ടുകിട്ടിയാൽ സ്നേഹിതരെയും അയൽക്കാരെയും വിളിച്ചുകൂട്ടി കാണാതെ പോയ ദ്രഹ്മ കണ്ടുകിട്ടിയത് കൊണ്ട് സന്തോഷിക്കും. 2-ാമതായി യേശു പറയുന്നു, ഒരു സ്ത്രീയുടെ കയ്യിൽ 10 ദ്രഹ്മ നാണയം ഉണ്ടായിരുന്നു, അതിലെ 1 കാണാതെ പോയി. കാണാതെ പോയതിനെ കണ്ടെത്തുന്നത് വരെ ആ സ്ത്രീ അന്വേഷിക്കുന്നു. കണ്ടുകിട്ടി കഴിയുമ്പോൾ എല്ലാവരെയും വിളിച്ച് സന്തോഷിക്കുന്നു. 3-ാമത്തെ ചരിത്രത്തിൽ യേശു പറയുന്നു, ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു, അതിലൊരുവൻ അപ്പൻ്റെ കയ്യിൽ നിന്ന് വസ്തുവകകൾ വാങ്ങി ദൂരദേശത്തേക്ക് യാത്രയായി. 100-ൽ 1 കാണാതെ പോയിരിക്കുന്നു, 10-ൽ 1 കാണാതെ പോയിരിക്കുന്നു, 2-ൽ 1 നഷ്ടപ്പെട്ടിരിക്കുന്നു. കാട്ടിൽ കാണാതെ പോയ ആട്, വീട്ടിൽ കാണാതെ പോയ ദ്രഹ്മ, പട്ടണത്തിൽ നിന്ന് കാണാതെ പോയ, കുടുംബത്തിൽ നിന്ന് കാണാതെ പോയ മകൻ. എങ്ങനെയാണെങ്കിലും യേശുവിൻ്റെ ഫോക്കസ്, യേശുവിൻ്റെ ശ്രദ്ധ നഷ്ടപ്പെട്ടതിലേക്കാണ്, കാണാതെ പോയതിലേക്കാണ്. അതെ, കാണാതെ പോയതിനെ, നഷ്ടപ്പെട്ടതിനെ തിരഞ്ഞു പിടിച്ച് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ ഈ ഭൂമിയിലേക്ക് വന്നത്. ആട്ടിൻകൂട്ടം തെറ്റിപ്പോയ ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. നിങ്ങളെ വിടുവിപ്പാൻ യേശു മതിയായവനാണ്, നിങ്ങളെ രക്ഷിപ്പാൻ യേശു സർവശക്തനാണ്. കർത്താവേ, എൻ്റെ ജീവിതം ഞാൻ നിനക്ക് തരുന്നു എന്ന് നിങ്ങളൊരു വാക്ക് പറഞ്ഞാൽ, അല്ല ഇപ്പോൾ എവിടെ ഇരുന്നാണോ എന്നെ കേൾക്കുന്നത്, അവിടെ ഇരുന്നു കൊണ്ട് ആ വലത് കരം ഒന്ന് ഉയർത്തിപ്പിടിച്ച് യേശുവേ എന്നെ സഹായിക്കണമേ എന്നൊന്ന് വിളിച്ചാൽ, ഈ നല്ല ഇടയനായ യേശു നിങ്ങളുടെ അരികിൽ വരും, നിങ്ങളെ വിടുവിപ്പാൻ, നിങ്ങളെ തോളിലെടുക്കുവാൻ,
ഇനി ദുഷ്ടച്ചെന്നായികൾക്ക് നിങ്ങളെ വിട്ടുകൊടുക്കാതെ നിങ്ങളെ സംരക്ഷിച്ച് പരിപാലിച്ച് ഉയർത്തി ഒരനുഗ്രഹമാക്കി തീർക്കുവാൻ. ആട്ടിൻകൂട്ടം തെറ്റിപ്പോയവൻ ഞാൻ, ഏകനായി